ജനനായകൻ കാണാനായിട്ട് വമ്പൻ തിരക്ക് എന്ന് പറഞ്ഞാൽ വമ്പൻ തിരക്ക്, അതും വെളുപ്പിന് 6 മണിക്ക്. മാസം എന്ന് പറഞ്ഞാൽ മാസപടം, ഒന്നും പറയാനില്ല. നിങ്ങൾ എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെ ചെയ്യണം. ഇനി തമിഴ്നാട് CM വിജയിയെ ഇതുപോലൊരു മൂവിയിൽ കാണാൻ കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ മാത്രമേ ഉള്ളൂ വിഷമം. ഒരു പാട്ടേ ഉള്ളൂ, പക്ഷെ ഒന്നും പറയാനില്ല, പൊളിയാണ്. എന്തുകൊണ്ടാണ് ഈ സിനിമ ഇത്ര നാളും തടഞ്ഞു വെച്ചത് എന്ന് ഇപ്പോഴല്ലേ നമുക്ക് ശരിക്കും മനസ്സിലായത്. ഒരു വിജയ് പടത്തിന് വേണ്ട എല്ലാം മാസ് സീൻസ്, കൊല്ലം മാസാണ്. അങ്ങനെ കുറെ വിവാദങ്ങൾക്കൊടുവിൽ വിജയ് ചിത്രം ജനനായകൻ റിലീസായിരിക്കുകയാണ്. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി ആയതിനു ശേഷം വിജയിന്റെ ലാസ്റ്റ് പടം ജനനായകൻ കാണാനായിട്ട് വമ്പൻ തിരക്ക് എന്ന് പറഞ്ഞാൽ വമ്പൻ തിരക്ക്, അതും വെളുപ്പിന് 6 മണിക്ക്. മാസം എന്ന് പറഞ്ഞാൽ മാസപടം, ഒന്നും പറയാനില്ല. ഈ ടെലിഗ്രാമിലൊക്കെ കണ്ട ആൾക്കാരൊക്കെ വെറും മണ്ടന്മാരായി എന്നാണ് പൊതുവെയുള്ള ജനാഭിപ്രായം വരുന്നത്. ടെലിഗ്രാമിൽ കണ്ടതൊന്നുമല്ല പടം, മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെ ചെയ്യണം എന്നാണ് ജനങ്ങൾ പറയുന്നത്. അത്രത്തോളം വിജയുടെ ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ ഇറങ്ങി, പക്ഷെ അതിനെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള മൂവിയാണ് ജനനായകൻ. നിങ്ങൾ എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെ ചെയ്യണം. ഇവിടെ ലാസ്റ്റ് ഫിലിം ആയതുകൊണ്ടാണോ എന്നറിയില്ല, വിജയ് കംബാക്ക് ത്രില്ലടിച്ചിരുന്ന് കാണേണ്ട പടമാണ് ജനനായകൻ. വിജയുടെ കരിയറിലെ ഏറ്റവും മാസ് എന്ന് തന്നെ പറയേണ്ട ഒരു പടമാണ് ജനനായകൻ. എന്തുകൊണ്ടാണ് ഈ ജനനായകൻ ഇത്ര നാളും റിലീസ് വൈകിയതെന്ന് ഈ പടം കണ്ടപ്പോഴല്ലേ മനസ്സിലായത്. ഇനി തമിഴ്നാട് CM വിജയിയെ ഇതുപോലൊരു മൂവിയിൽ കാണാൻ കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ മാത്രമേ ഉള്ളൂ വിഷമം എന്ന് പറയുന്നത്. ഇത്രയും നാളിറങ്ങിയ വിജയ് ചിത്രങ്ങളിൽ വെച്ചിട്ട് വിജയുടെ ഏറ്റവും മാസ് പടം എന്നാണ് ജനാഭിപ്രായം. നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് വാച്ച് ചെയ്യേണ്ട മൂവി തന്നെയാണ് ജനനായകൻ, അതിനൊരു സംശയവും. തമിഴകത്ത് ഒരുപാട് നടന്മാരുണ്ട്, പക്ഷെ വിജയ്ക്കൊപ്പം നിൽക്കാൻ ഒരേ ഒരു നടനേ ഉള്ളൂ, അത് വിജയ് തന്നെയാണ്. വിജയ്ക്കൊപ്പം ആക്ഷനിലൊന്നും ആരും എത്തില്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിജയ് ഫാൻ അല്ലാത്ത കുറേ, പ്രത്യേകിച്ചും സൂര്യ ഫാൻസൊക്കെ വിജയിനെ പറ്റി വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനനായകൻ എന്ന് പറഞ്ഞാൽ അത്രയും കിട്ടില്ല മാസ് പടമാണ് മക്കളെ. ഇതൊരു തിയേറ്ററിനകത്ത് ബിഗ് സ്ക്രീനിൽ ഒരു ക്രൗഡിനൊപ്പം എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ഒരു പാട്ടേ ഉള്ളൂ, പക്ഷെ ഒന്നും പറയാനില്ല, വേറെ ലെവൽ എന്ന് തന്നെ വേണം പറയാനായിട്ട്. ആക്ഷൻ ഉണ്ട്, ടെററിസം ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ സിനിമ ഇത്ര നാളും തടഞ്ഞു വെച്ചത് എന്ന് ഇപ്പോഴല്ലേ നമുക്ക് ശരിക്കും മനസ്സിലായത്. കാരണം ഈ സിനിമയിൽ പൊളിറ്റിക്സ് ഉണ്ട്, ടെററിസം ഉണ്ട്, ദേശഭക്തി ഉണ്ട്, പിന്നെ നല്ല കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന ഇമോഷണൽ സീൻസുകൾ ഉണ്ട്, ഒരു അച്ഛൻ മകൾ ബോണ്ടിങ് ഉണ്ട് അവിടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ആക്ഷൻ ത്രില്ലർ പടം തന്നെയാണ്. മാസ് പടമാണ്. മാസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കൊല്ല മാസമാണ്. വിജയ് ഫാൻസിന് വേണ്ട എല്ലാം ഈ മൂവിയിലുണ്ട്. വിജയ് ഫാൻസിന് വേണ്ടി പ്രത്യേകം സീൻസ് വരെ ഉണ്ട്. ഫൈറ്റിംഗ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ബോബി ഡിയോൾ തകർത്ത് വാരിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ നടിയായ മമിത ബൈജുവിനെ പറ്റിയിട്ട് പ്രത്യേകം ഒന്നും പറയാനില്ല, എല്ലാത്ത പോലെയും അവർ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിജയ് പടത്തിന് വേണ്ട എല്ലാം, വിജയ് ആരാധകന് വേണ്ട എല്ലാം കൊടുത്തിട്ട് തന്നെയാണ് വിജയുടെ ലാസ്റ്റ് പടമായ ജനനായകൻ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നത്. വിജയുടെ ഇത്ര നാളും ഇറങ്ങിയ പടത്തിനേക്കാളും ഒക്കെ മികച്ച, വിജയുടെ കരിയറിൽ തന്നെ ഒരു മികച്ച ചിത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് ജനനായകൻ. എല്ലാം കൊണ്ടും ജനനായകൻ പൊളിച്ചു.